നിങ്ങൾ വരയ്ക്കുമ്പോ അങ്ങനെ തന്നെ അല്ലായിരുന്ന ഇപ്പൊ ഞങ്ങൾ വരയ്ക്കുമ്പോ നിങ്ങൾക്ക് ഇത്ര പുച്ഛം. ഞങ്ങൾ കഴിച്ചുമ്പോ എന്ത് കുഴപ്പമുണ്ടായിന്ന് എനിക്ക് പറഞ്ഞത്? അത് പറഞ്ഞാൽ കുറെ പറയാണ്ട് പറഞ്ഞാ തീരൂല. നിങ്ങളൊരു വരയ്ക്കല ഭരണം നിർത്തില്ല. ഇതൊരു പൊതു സ്ഥലമാണ്, ഇവിടെ ഇരുന്ന് കച്ചറ ഉണ്ടാക്കാൻ പറ്റില്ല. ഇല്ലേട്ടാ, പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ ഇരിക്കും. ഇങ്ങനത്തെ പൊതു സ്ഥലത്ത് രാഷ്ട്രീയ ചർച്ച പാടില്ല കേട്ടോ. എന്നാ സിറാജ് നമ്മൾ പോവാ. പറഞ്ഞല്ലോ റഷീദാക്ക, നിങ്ങളാ ഇടപെട്ട് നന്നായി. അല്ലെ ഇവിടെ രണ്ടാൾ കൂടി ഇപ്പൊ തല്ലൂടി. നമ്മുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കില്ല, നമ്മളെ കടമല്ലേ. റഷീദ് എവിടെ ഉണ്ട്? അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്റെ വർത്താനം കേട്ടാത്തോടെ ഞാൻ 1,00,000 റുപ്യ വാങ്ങിക്കൂടെന്ന്. 2000 രൂപയല്ലേ വാങ്ങിയിട്ടുള്ളൂ. ഇത് വാങ്ങുമ്പോ അതല്ലേ എന്റെ വർത്താനം. ഇന്റെ പൈസ ഇപ്പൊ കിട്ടാം, അത് ഉണ്ടാവാൻ തരൂ. അപ്പൊ എന്താ പ്രശ്നം? റഷീദാക്ക, കഴിഞ്ഞ ആഴ്ച ഞാൻ വിട്ട് 2000 രൂപ കൊടുത്തത് അതുവരെ കിട്ടിയിട്ടില്ല. എന്റെ അടുത്ത് ഇപ്പൊ ഇല്ല. കിട്ടാണ്ടാവുമ്പോ എന്റെ കൈ ഉണ്ടാവുമ്പോ ഞാൻ ഓനക്കാണ് കൊടുക്കും. എനിക്ക് എന്നാ പൈസ ഇട്ടാ? എനിക്ക് അടുത്ത ശനിയാഴ്ച പൈസ കിട്ടുള്ളൂ. അതൊന്നും പറ്റൂല, എനിക്ക് ഇന്നലെ കിട്ടണം. എനിക്കത് അത്യാവശ്യ കാര്യമുണ്ട്. അപ്പൊ ഒരു പണി ജയ്, ഈ 2000 ഓനക്ക് കൊടുക്ക്. അടുത്ത ശനിയാഴ്ച എനിക്ക് 2000 തരാം. പ്രശ്നം തീർന്നില്ല. ഓക്കെ, വിട്ടോളൂ. പിന്നെ ഞാൻ വിളിച്ചിരുന്നു 2-3 പ്രാവശ്യങ്ങൾ കിട്ടിയില്ല. ആ വഴിന്റെ കാര്യം അത് തീരുമാനമാക്കി. ഞാൻ അവരോട് സംസാരിച്ച് നമുക്കൊന്ന് ഇരിക്കാം. അവരുടെ ഇതിൽ ആ ബുദ്ധിമുട്ടാണ്. സിഗരറ്റ് അടിക്കാടാ പൊന്നാ രക്ഷിതാക്ക, അങ്ങുണ്ടാവുന്ന ആ സിഗരറ്റിനെ തുടങ്ങും. ഒരാളും ഇവിടെ കിടക്കാൻ സമ്മതിക്കില്ല. ആ മാട്ടിൽ തോടിലെ മുജീബിന്റെ വീട്ടിൽ കയറി ഓട്ടോറിക്ഷ ആയിക്കോട്ടെ റഷീദാക്ക. അപ്പൊ റഷീദേ, ആ വീടിന്റെ കാര്യം എന്തായി? ആ പാവപ്പെട്ട വീട് അത് ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം. നമുക്ക് ആ പിരിവിടാം കേട്ടോ. എത്ര രൂപ വരും? അത് ശരി, അതൊന്നും പ്രശ്നമാക്കണ്ട. നമുക്ക് പിരിവിട്ട് ശരിയാക്കാം കേട്ടോ. ഓക്കെ. നമ്മളെ റഷീദ് ഇടപെട്ടുകൊണ്ട് ഇപ്പൊ ആ കാര്യമൊക്കെ ശരിക്ക് ക്ലിയർ ആയി. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ നാട്ടിൽ നിന്ന് വേണ്ടിയത്. ഇന്നാള് സംസ്ഥാനമായിട്ടുള്ള ആ പൈസയുടെ ഇടപാടും അത് റഷീദിന്റെ ക്ലിയർ ആക്കി തന്നത്. നിങ്ങൾ അറിഞ്ഞാ റഷീദിനെ പോലീസ് പൊക്കിയല്ല? ഏത് റഷീദിനെ? നമ്മളെ റഷീദിനെ? നമ്മളെ റഷീദിനെ. അതിപ്പോ എന്താ പ്രശ്നം? അനീറോസിന്റെ ഫേസ്ബുക്കിലെ പോസ്റ്റിന് എന്താ മോശപ്പെട്ട കമന്റ് ചെയ്തിരിക്കണേ, അതിനാണല്ലോ പോലീസ് കൊണ്ടേക്കുന്നുണ്ട്. പൊന്നാരി ചങ്ങായിമാരെ, ആ കമന്റ് വായിച്ചാല് പോലീസല്ല പട്ടാളം തന്നെ വരും.